പ്രധാനമന്ത്രിയെ കുറ്റപ്പെടുത്തുവാനും കേന്ദ്രമന്ത്രിസഭയെ കുറ്റപ്പെടുത്തുവാനുമൊക്കെ നാട്ടുകാരുടെ അല്ലെങ്കിൽ പ്രതിപക്ഷത്തിൻ്റെ ഒരു ആവേശമുണ്ടല്ലോ. അതെന്തുകൊണ്ടാണ് ഉണ്ടാകുന്നത്? തിഹാർ ജയിലിൽ കഴിയുന്ന അരവിന്ദ് കെജ്രിവാളും ഇനി ജാർഖണ്ഡ് മുൻ മുഖ്യമന്ത്രിയായുള്ള ഹേമന്ത് സോറനുമൊക്കെ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്തിട്ടല്ലല്ലോ ജയിലിൽ കിടക്കുന്നത്. ചെയ്തു കൂട്ടിയ അഴിമതികളുടെ പേരിലാണ് എന്നുള്ള കാര്യത്തിൽ സംശയമുണ്ടോ? ഹേമന്ത് സോറന് വേണ്ടിയിട്ടും അരവിന്ദ് കെജ്രിവാളിന് വേണ്ടിയിട്ടും കീ ജയ് വിളിക്കുന്നവരും പുതിയ ചില മൂവ്മെൻറ്റുകൾ നടത്തുന്നവരൊക്കെ എന്തുകൊണ്ടാണ് അതിനെക്കുറിച്ച് ചിന്തിക്കാത്തത്? ഒരു സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്ത സ്വാതന്ത്ര്യ സമര സേനാനി ആയതുകൊണ്ടോ അല്ലെങ്കിൽ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്തതുകൊണ്ടോ അല്ല ഹേമന്ത് സോറനെയും അരവിന്ദ് കെജ്രിവാളിനെയും ഇപ്പോൾ തിഹാർ ജയിലിൽ കിടത്തിയിരിക്കുന്നത്. കാരണങ്ങൾ മറ്റാണ്. കാരണം അഴിമതി ആരോപണങ്ങൾ, തീവ്രവാദ ബന്ധങ്ങൾ ഉള്ളവ ഉണ്ട് എന്ന് പറയുമ്പോഴും അതിനെക്കുറിച്ച് എന്തുകൊണ്ടാണ് ബോധ്യം വരാത്തത് നമ്മുടെ ജനതയ്ക്ക്, നമ്മുടെ പ്രതിപക്ഷത്തിന്? അതറിയണ്ടേ? ഏകദേശം 600 കോടി രൂപയുടെ ഭൂമി തട്ടിപ്പ് കേസിലാണ് ജാർഖണ്ഡ് മുൻ മുഖ്യമന്ത്രി ഹേമന്ത് സോറനെതിരായുള്ള കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നത്. തട്ടിപ്പ് കേസിൽ ഹേമന്ത് സോറനോടൊപ്പം ഉള്ളത് റവന്യൂ ഉദ്യോഗസ്ഥനായിട്ടുള്ള ഭാനുപ്രതാപ് പ്രസാദ്, രണ്ടും സർക്കാർ ഉദ്യോഗസ്ഥർ. അവരെ കൂടെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഇ ഡി ഇപ്പോൾ പ്രതിപട്ടിക ഉണ്ടാക്കിയിരിക്കുന്നതും റിപ്പോർട്ട് സമർപ്പിച്ചിരിക്കുന്നതും. കേസിലെ തെളിവുകൾ, മൊഴികൾ ഇവയൊക്കെ അനുസരിച്ച് ഹേമന്ത് സോറന് ഭൂമി ഇടപാടിൽ പങ്കുണ്ടെന്ന് തെളിഞ്ഞതായിട്ട് ഇ ഡി പറയുന്നുണ്ട്. സംഭവത്തിൽ ഹേമന്ത് സോറൻ അറസ്റ്റിലായത് പിന്നാലെയാണ് മുഖ്യമന്ത്രി പദവിയിൽ നിന്നും അദ്ദേഹം രാജിവെക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. അന്വേഷണത്തിൽ അദ്ദേഹത്തിൻ്റെ ഉടമസ്ഥയിലുള്ള ഏകദേശം 8.86 ഏക്കർ ഭൂമിയെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങളടങ്ങിയ 44 പേജുകളുള്ള ഫയൽ പ്രതിയായിട്ടുള്ള പ്രതാപിൻ്റെ ഓഫീസിൽ നിന്നും കണ്ടെടുത്തതായിട്ടാണ് ഇ ഡി പറയുന്നത്. അപ്പോൾ വെറുതെ അല്ല, ഹേമന്ത് സോറനെ പ്രതാപ് ബോസ് എന്നാണ് അഭിസംബോധന ചെയ്തിരുന്നതായിട്ട് കുറ്റപത്രത്തിൽ വ്യക്തമാക്കിയിട്ടുമുണ്ട്. എന്തിനാണ് ഹേമന്ത് സോറനെ ബോസ് എന്ന് വിളിക്കുന്ന ഉദ്യോഗസ്ഥൻ, സർക്കാർ ഉദ്യോഗസ്ഥൻ? 2011 റാഞ്ചിയിലെ ബാർഗൈൻ പ്രദേശത്തുള്ള 8.86 ഏക്കർ ഭൂമി സോറന് അനധികൃതമായി കൈവശപ്പെടുത്തിയത്. നിലവിൽ 31 കോടി രൂപ വിലമതിക്കുന്ന ഭൂമി ഇ ഡി അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ടാണ് കണ്ടുകെട്ടിയത്. ഹേമന്ത് സോറൻ അടുത്ത സഹായികളായിട്ട് അറിയപ്പെടുന്നത് രഞ്ജിത് സിംഗ്, ഹിലാരിയസ് കച്ചപ്പ്, രാജ്കുമാർ. ഇവരുടെയൊക്കെ സഹായത്താലാണ് ഈ ഭൂമി കൈവശപ്പെടുത്തിയതെന്നാണ് ഇ ഡി മുൻപ് തന്നെ ഇത് കണ്ടെത്തിയിട്ടുള്ളത്. അതേസമയം ഹേമന്ത് സോറൻ ഉൾപ്പെടെ നിരവധി പേർക്ക് ഭൂമി കൈവശപ്പെടുത്തുവാൻ പ്രതാപ് സഹായിച്ചിരുന്നതായിട്ട് ഇ ഡി പിന്നീട് കണ്ടെത്തുകയുണ്ടായി. സ്വത്ത് സംബന്ധിച്ച് നടത്തിയ സർവേകളുടെ ചിത്രങ്ങൾ അത് ഇ ഡി കുറ്റപത്രത്തിൽ ഇപ്പോൾ കൃത്യമായിട്ട് ചേർത്തിട്ടുമുണ്ട്. ഭൂമിയുടെ നടത്തിപ്പുകാരനായ സന്തോഷ് മുണ്ടയും ഉടമസ്ഥനായിട്ടുള്ള ഹേമന്ത് സോറനുമാണ് എന്ന ചോദ്യം ചെയ്യലിൽ അത് വെളിപ്പെടുത്തിയതായിട്ട് അന്വേഷണത്തിൻ്റെ നിർണായക ഘട്ടത്തിൽ വെളിപ്പെടുത്തുകയുണ്ടാകും. ഇങ്ങനെ കേസിലെ മറ്റൊരു പ്രതിയായും അറിയപ്പെടാൻ കഴിയുന്ന വിനോദ് കുമാറാണ്. വിനോദ് കുമാറിൻ്റെ ഫോണിൽ നിന്നും നിർണായകമായിട്ടുള്ള തെളിവ് ഇ ഡിക്ക് ലഭിച്ചു. ഭൂമിയിൽ പുതിയ കെട്ടിടം നിർമ്മിക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള തെളിവായിരുന്നു അത് എന്നുള്ളതാണ്. അതേസമയം ഭൂമിയുമായോ അല്ലെങ്കിൽ ഈ വിനോദുമായോ തനിക്ക് യാതൊരു ബന്ധവുമില്ല എന്നാണ് ഹേമന്ത് സോറൻ എന്ന് പറയപ്പെടുന്ന മുൻ മുഖ്യമന്ത്രിയുടെ വാദം, മൊഴികൾ. എന്നാൽ റിപ്പോർട്ട് അനുസരിച്ച് പ്രതാപ് ഭൂമി കയ്യേറ്റവുമായി ബന്ധപ്പെട്ട സർക്കാർ രേഖകൾ തിരിമറി കാട്ടിയിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങൾ കൃത്യമായി കണ്ടെത്തിയിട്ടുണ്ട്. സംഭവത്തിൽ ഇരുവരും തമ്മിൽ സാമ്പത്തികമായിട്ടുള്ള ഇടപാടുകൾ നടത്തിയിട്ടുള്ള ഡയറികളും സന്ദേശങ്ങളും ഒക്കെ ഇ ഡിക്ക് കണ്ടെത്താൻ കഴിഞ്ഞു എന്നുള്ളതാണ്. ഇനി ഇതുകൂടാതെ ഏകദേശം 33 സാക്ഷികളുടെ മൊഴി ശേഖരിച്ചിട്ടുണ്ട്. ആ ഇടപാടുകൾ സംബന്ധിച്ചുള്ള 1000 പേജുകളുള്ള രേഖകൾ അത് ഇ ഡി കണ്ടെത്തി കഴിഞ്ഞിട്ടുണ്ട്. ഹേമന്ത് സോറൻ്റെ വസതിയിൽ നിന്നും ഏകദേശം 36 ലക്ഷം രൂപയും BMW കാറും ഇ ഡി പിടിച്ചെടുത്തിരുന്നു. അടുത്തിടെ നമുക്കറിയാമല്ലോ, ഇ ഡി അദ്ദേഹത്തിൻ്റെ 256 കോടിയുടെ അനധികൃത സ്വത്ത് അത് കണ്ടുകെട്ടുന്ന ഒരു സാഹചര്യം ഉണ്ടായി. നിലവിൽ ഈ ഭൂമി കയ്യേറ്റവുമായി ബന്ധപ്പെട്ട് ഹേമന്ത് സോറൻ ഉൾപ്പെടെ 16 പേർ അറസ്റ്റിലായി. റാഞ്ചിയിലെ മുൻ IAS ഉദ്യോഗസ്ഥനായിട്ടുള്ള ഛവി രഞ്ജനെയും ഇതോടൊപ്പം തന്നെ അറസ്റ്റ് ചെയ്തിരുന്നു. ഇതൊക്കെ എന്തിൻ്റെ പേരിലാണ് എന്നുള്ളതാണ് ഞാൻ പറഞ്ഞു വരുന്നത്. അതേസമയം തനിക്കെതിരെ ഉയരുന്ന ആരോപണങ്ങളെല്ലാം ജനാധിപത്യപരമായി തിരഞ്ഞെടുക്കപ്പെട്ട സർക്കാരുകളെ അസ്ഥിരപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള BJPയുടെ അന്വേഷണ ഏജൻസികൾ ശ്രമിക്കുന്നതാണ് എന്ന് ഹേമന്ത് സോറൻ പറഞ്ഞു വെക്കാൻ ശ്രമിക്കുന്നുണ്ട്. അതിലെത്രത്തോളം ശരിയുണ്ട് എന്നുള്ളതാണ്. ഇത് നിങ്ങൾ മനസ്സിലാക്കി കാണും. ഏകദേശം 600 കോടി രൂപയുടെ ഭൂമി തട്ടിപ്പ് കേസുമായി ബന്ധപ്പെട്ടിട്ടാണ് ജാർഖണ്ഡ് മുൻ മുഖ്യമന്ത്രിയുള്ള ഹേമന്ത് സോറൻ ജയിലിലേക്ക് പോകുന്നത്. അതിനു മുൻപ് ഞാൻ സൂചിപ്പിച്ചത് അരവിന്ദ് കെജ്രിവാളിൻ്റെ കാര്യമാണ്. അരവിന്ദ് കെജ്രിവാൾ ഖാലിസ്ഥാൻ തീവ്രവാദികളുടെ കയ്യിൽ നിന്ന് 136 കോടിയോളം രൂപ വാങ്ങി ഖാലിസ്ഥാൻ തീവ്രവാദികളെ വിട്ടുകൊടുക്കാം എന്നുള്ള കരാറിന്മേൽ ചില നിബന്ധനകൾ ഉണ്ടാക്കി, ചില ഉടമ്പടികൾ ഉണ്ടാക്കി മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അങ്ങനെ പഞ്ചാബിൽ ഭരണത്തിലെത്തുവാൻ കഴിഞ്ഞു എന്നുള്ളതും ഈ AAPയുടെ നേതാവായിട്ടുള്ള അരവിന്ദ് കെജ്രിവാളിൻ്റെ നേട്ടങ്ങളിലൊന്നാണ്. ഇവിടെ പ്രതിപക്ഷം പറയുന്നത് എന്താണ്? അല്ലെങ്കിൽ ഈ അരവിന്ദ് കെജ്രിവാളിൻ്റെ ഭാര്യ സുനിത കെജ്രിവാളും ഒപ്പം തന്നെ ഹേമന്ത് സോറൻ്റെ ഭാര്യ ഈ കൽപ്പന സോറനുമൊക്കെ പറഞ്ഞു വെക്കുന്നത് ഇവരെയൊക്കെ വേറെ എന്തോ കേസിൻ്റെ പുറത്ത് BJP മുൻവൈരാഗ്യം, വ്യക്തിവൈരാഗ്യം ഇവ തീർക്കുന്നതിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ രാഷ്ട്രീയപരമായിട്ടുള്ള വൈരാഗ്യം തീർക്കുന്നതിന് വേണ്ടിയിട്ട് ജയിലിൽ അടയ്ക്കപ്പെട്ടു എന്നുള്ളതാണ്. അങ്ങനെ ജയിലിൽ അടയ്ക്കപ്പെട്ടവരാണ് എന്നുണ്ടെങ്കിൽ ED അടക്കമുള്ളവർ കണ്ടെത്തിയിട്ടുള്ള തെളിവുകൾ എന്തിൻ്റെ പേരിലാണ്?
256 കോടിയോളം രൂപ മരവിപ്പിക്കപ്പെട്ടത് എന്തുകൊണ്ടാണ്? 600 കോടിയോളം രൂപയുടെ ഭൂമി തട്ടിപ്പ് കേസിൽ എന്തുകൊണ്ടാണ് ഒന്നും മിണ്ടാൻ കഴിയാതായി പോകുന്ന ജാർഖണ്ഡിന്റെ മുൻ മുഖ്യമന്ത്രിയായിട്ടുള്ള ഹേമന്ത് സോറന്? ഇനി 136 കോടിയുമായി ബന്ധപ്പെട്ട് വരുന്ന ഖാലിസ്ഥാൻ തീവ്രവാദികളെ സംരക്ഷിക്കാം, അവരെ വിട്ടുകൊടുക്കാം എന്ന് പറഞ്ഞുകൊണ്ട് വാങ്ങിയിട്ടുള്ള തുക, അല്ലെങ്കിൽ അതിൻ്റെ പേരിൽ എന്ത് വാദമാണ് ഡൽഹി മുഖ്യമന്ത്രിയായിട്ടുള്ള അരവിന്ദ് കെജ്രിവാൾ വെക്കുന്നത്? ഇങ്ങനെ ഇവരാരും ഈ ജയിലിൽ കിടക്കുന്നവരോ ജയിലിൽ പോയവരോ ഒന്നും ബി ജെ പിക്ക് അനുകൂലമായിട്ടുള്ള അല്ലെങ്കിൽ ബി ജെ പിക്ക് രാഷ്ട്രീയമായിട്ടുള്ള നേട്ടമുണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടുള്ളവരല്ല എന്ന് വിചാരിക്കുക, എന്ന് മനസ്സിലാക്കുക. കാരണം ബി ജെ പിയെ തകർക്കുവാനും നരേന്ദ്രമോദിയുടെ ഇമേജ് ഇല്ലാതാക്കുന്നതിനും വേണ്ടിയിട്ടുള്ള ശ്രമത്തിൻ്റെ ഭാഗമായിട്ട് പ്രതിപക്ഷം പറഞ്ഞു കൂട്ടുന്ന കഥകളാണ് ഈ ജാർഖണ്ഡിൻ്റെ മുൻ മുഖ്യമന്ത്രിയായിട്ടുള്ള ഹേമന്ത് സോറനെയും അരവിന്ദ് കെജ്രിവാളിനെയും ഒക്കെ വെറുതെ പിടിച്ച് ജയിലിലിട്ടിരിക്കുകയാണ് എന്നുള്ളതാണ്. അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഈ വീഡിയോയ്ക്കകത്ത് ഈ 600 കോടി രൂപയുടെ ഭൂമി തട്ടിപ്പുമായി ബന്ധപ്പെട്ട് വരുന്ന അഴിമതി കേസ്, ആ അഴിമതി കേസിൻ്റെ പേരിൽ മാത്രമാണ് ജാർഖണ്ഡിൻ്റെ മുൻ മുഖ്യമന്ത്രിയായിട്ടുള്ള ഹേമന്ത് സോറൻ അകത്തായത്. അതിനു മുൻപ് ഞാൻ സൂചിപ്പിച്ചത് ഈ ഭൂമി തട്ടിപ്പ് കേസുമായി ബന്ധപ്പെട്ടിട്ട് അകത്താകപ്പെട്ടവരെ സ്വാതന്ത്ര്യ സമര സേനാനികളെന്ന് വിളിക്കാൻ പറ്റില്ലല്ലോ എന്നാണ്. അതുപോലെ തന്നെയാണ് തീവ്രവാദത്തെ പ്രോത്സാഹിപ്പിക്കുന്നവരെ അല്ലെങ്കിൽ തീവ്രവാദികളെ വിട്ടുകൊടുക്കുന്നവരെ ഏത് തരത്തിലാണ് സംരക്ഷിക്കുന്നത്? എന്തുകൊണ്ടാണ് അങ്ങനെ സംരക്ഷിക്കപ്പെടേണ്ടി വരുന്നത്? അധികാര കൊതിയന്മാരായതുകൊണ്ടാണ്, അഴിമതി നടത്തണമെന്നുള്ള ആഗ്രഹമുള്ളതുകൊണ്ടാണ്. അതുകൊണ്ട് മാത്രമാണ് അരവിന്ദ് കെജ്രിവാളും ഹേമന്ത് സോറനുമൊക്കെ ഇപ്പോൾ ജയിലഴികൾക്കുള്ളിലേക്ക് പോയത് എന്നുള്ള വസ്തുത പ്രതിപക്ഷ പാർട്ടികൾ ഇനി കൂടി മനസ്സിലാക്കേണ്ടതുണ്ട്. കാരണം അവിടെ രാഷ്ട്രീയം പറഞ്ഞതുകൊണ്ടോ സ്വന്തം രാജ്യത്തെ ഒറ്റുകൊടുക്കുന്ന ഇത്തരത്തിലുള്ള നരാധമന്മാരെ നമ്മൾക്ക് സംരക്ഷിച്ചു നിർത്തേണ്ട ബാധ്യതയുണ്ടോ എന്ന് പ്രതിപക്ഷ കക്ഷികൾ ആദ്യം ആലോചിക്കൂ. ഇന്ത്യ മുന്നണി ആലോചിക്കൂ. ഇപ്പോൾ അരവിന്ദ് കെജ്രിവാളിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുവെന്ന രാഹുൽ ഗാന്ധി ഉണ്ടല്ലോ, ആ രാഹുൽ ഗാന്ധി ആദ്യം ഒന്ന് ചിന്തിച്ചു നോക്കൂ, ചെയ്യുന്നത് ശരിയാണോ എന്ന്. ഭൂമി തട്ടിപ്പ് കേസ്, അഴിമതി കേസ്, തീവ്രവാദ കേസ്, രാജ്യസുരക്ഷയെ ബാധിക്കുന്ന കേസുകളിലൊക്കെ ഇടപെട്ടിട്ടുള്ള മുഖ്യമന്ത്രിമാർ തന്നെയാണ് ജയിലഴികൾക്കുള്ളിലേക്ക് പോയത് എന്നുള്ള കാര്യം മറന്നു പോകാതിരിക്കുക. അതുകൊണ്ട് ഹേമന്ത് സോറനും അരവിന്ദ് കെജ്രിവാളും ഒക്കെ അഴിമതിയുടെയും സ്വജനപക്ഷപാതത്തിൻ്റെയും തീവ്രവാദത്തിൻ്റെയും രാജ്യസുരക്ഷയുടെയൊക്കെ പേരിലാണ് അകത്ത് കിടക്കുന്നത് എന്ന് മറന്നു പോകാതിരിക്കട്ടെ രാഹുൽ ഗാന്ധി അടക്കമുള്ളവർ.